നമസ്കാരം. 41,500 കോടി രൂപയുടെ അവസരം നിങ്ങൾക്കായി. അമ്പരക്കേണ്ട, ഇതാണ് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മേഖലയുടെ മൂല്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു സുവർണാവസരമാണോ? നമുക്ക് കണ്ടെത്താം. ഇന്ത്യ കുതിച്ചു വരുമ്പോൾ സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഫീൽഡ് ഏതാണ്? സംശയമില്ല, അത് മാനുഫാക്ചറിംഗ് മേഖലയാണ്. വീടെന്ന സ്വപ്നം മുതൽ വമ്പൻ പദ്ധതികൾ വരെ ഇവിടെ അവസരങ്ങളുടെ ഒരു ഖനിയാണ്. എന്തുകൊണ്ട് ഈ മേഖല ഇത്ര അധികം ശ്രദ്ധ നേടുന്നു? നോക്കാം. 10,000 കോടിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഇന്ത്യ വർഷം തോറും ഇപ്പോഴും പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ 31,500 കോടിയോളം രൂപയുടെ അധികമായുള്ള എക്സ്പോർട്ടിങ്ങിനാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന 1 ട്രില്യൺ എക്സ്പോർട്ട് ടാർഗറ്റിലേക്ക് എത്താൻ അധികമായി ഇന്ത്യക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ 41,500 കോടി രൂപയുടെ അവസരങ്ങൾ നമുക്ക് മുന്നിൽ ഒരു സുവർണാവസരമായി കിടക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ അനുകൂല സാഹചര്യം എങ്ങനെ മുതലാക്കാം? നിലവിലുള്ള നിരവധി സർക്കാർ സ്കീമുകളും ലോണുകളും ഒക്കെ ഉപയോഗിച്ച് വലിയ മുതൽ മുടക്കില്ലാതെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്താൽ ഇത് എങ്ങനെ മുതലെടുക്കാം? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വെൽക്കം ടു മൈ ചാനൽ ബിറ്റ് സ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടിയും സുഹൃത്തും. സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. എന്തുകൊണ്ടാണ് മാനുഫാക്ചറിംഗ് മേഖല സംരംഭകരുടെ പറുദീസയാകുന്നത്? ഒന്നാമതായി, രാജ്യമെമ്പാടുമുള്ള വമ്പൻ അടിസ്ഥാന സൗകര്യ വികസനം. ഓൺഗോയിങ് റോഡ്, പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ നെറ്റ്വർക്ക്. ഏകദേശം 1,61,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഇന്ത്യ ഒട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുകയും നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇതിലും ചീപ്പായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും, അപ്പോൾ അത് ഇവിടെ തന്നെ കുറഞ്ഞ വിലയിൽ വിൽക്കാനും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ സഹായകമാവും. അതുപോലെ തന്നെ നമ്മുടെ സിറ്റികൾ തമ്മിലുള്ള കണക്ടിവിറ്റി കുറയും. ഒപ്പം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭവന ആവശ്യകതയും പോരാത്തതിന് എല്ലാവർക്കും വീട് പോലുള്ള സർക്കാർ പദ്ധതികളും ടെക്നോളജിയുടെ അത്ഭുതകരമായ മുന്നേറ്റവും സർക്കാർ പിന്തുണയും ഇതെല്ലാം ചേർന്ന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. അവസരങ്ങളുടെ കാര്യമെടുത്താൽ മാനുഫാക്ചറിംഗ് മേഖല ഒരു കടലാണ്. താങ്ങാവുന്ന വിലയിലുള്ള ഭവന നിർമ്മാണം, മാനുഫാക്ചറിംഗ് സാമഗ്രികളുടെ ബിസിനസ്, പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്, ലേറ്റസ്റ്റ് ട്രെൻഡായ സ്മാർട്ട് ഹോം ഇൻസ്റ്റലേഷൻസ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ്, മൊബൈൽ ഫോൺ, ഓട്ടോ സ്പെയർ പാർട്സ്, ഡെയിലി യൂസ് ഐറ്റംസ്, കൺസ്യൂമബിൾ പ്രോഡക്ട്സ്, FMCG പ്രോഡക്ട്സ്. നിങ്ങളുടെ താല്പര്യത്തിനും കഴിവിനും അനുയോജ്യമായത് ഏതും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈ അനുകൂല സാഹചര്യത്തെ മുതലെടുക്കാവുന്നതാണ്. സർക്കാർ പിന്തുണയും പദ്ധതികളും. നിങ്ങൾ ഒറ്റക്കല്ല, സംരംഭകരെ കൈപ്പിടിച്ചുയർത്താൻ സർക്കാരും ഒപ്പമുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി മാനുഫാക്ചറിംഗിന് ഊർജം പകരുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ പോലുള്ളവ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകും. ഈ പിന്തുണകൾ പ്രയോജനപ്പെടുത്താൻ മറക്കരുത്. എളുപ്പത്തിൽ തുടങ്ങാവുന്ന വഴികൾ. വലിയ മുതൽ മുടക്കില്ലാതെ എങ്ങനെ തുടങ്ങാം? സിമ്പിളാണ്. പേപ്പർ കപ്പ്, പ്ലേറ്റ്സ്, പിക്കിൾ, പ്ലാസ്റ്റിക് ക്രഷിംഗ് യൂണിറ്റ്, പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ്, അഗർബത്തി, ക്യാരി ബാഗ് പ്രൊഡക്ഷൻ യൂണിറ്റ്, റീപാക്കിംഗ് യൂണിറ്റ്സ്, ടീഷർട്ട് മാനുഫാക്ചറിംഗ്, ക്ലോത്ത് മാനുഫാക്ചറിംഗ്, ഫിഷ് ആൻഡ് മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്, റെഡി ടു ഈറ്റ് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇവയൊക്കെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന മികച്ച ചില സംരംഭങ്ങളാണ്. നിങ്ങളുടെ ചുറ്റും കണ്ണോടിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചൈന പോലുള്ള പുറം രാജ്യങ്ങളിൽ നിന്നോ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് അത് കുടിൽ വ്യവസായത്തിലോ സ്മോൾ ഇൻഡസ്ട്രീസ് ആയിട്ടോ ലാർജ് സ്കെയിലോ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ അനുകൂല സാഹചര്യത്തിൽ ഉണ്ടാക്കി അവസരം മുതലെടുത്തുകൂടാ? വേണ്ടത് വൈദഗ്ധ്യവും കൃത്യമായ പ്ലാനിങ്ങും മാത്രമാണ്. വെല്ലുവിളികളും അവയെ എങ്ങനെ നേരിടാമെന്നും. വെല്ലുവിളികൾ എല്ലാ ബിസിനസ്സിലുമുണ്ട്, അല്ലേ? ഇവിടെയും മത്സരം, സാമ്പത്തിക കാര്യങ്ങൾ, വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് എന്നിവയും ഉണ്ടാകാം. എന്നാൽ പേടിക്കേണ്ട, കൃത്യമായ തയ്യാറെടുപ്പും മികച്ച ആസൂത്രണവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും അവസരമാക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മേഖല അവസരങ്ങളുടെ ഒരു ലോകമാണ് തുറന്നിടുന്നത്. രാജ്യത്തിൻ്റെ വളർച്ച, സർക്കാർ പിന്തുണ, പുതിയ ടെക്നോളജികൾ ഇവയെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. ധൈര്യമായി മുന്നോട്ട് വരൂ. ശരിയായ പ്ലാനിങ്ങോടെ നിങ്ങളുടെ സംരംഭകത്വ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വരും ദിവസങ്ങളിൽ നല്ല ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. നാളെ മാനുഫാക്ചറിംഗ് ബിസിനസ് സെക്ടറിലെ ആനുകൂല്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങളുടെ വിജയത്തിന് എല്ലാവിധ ആശംസകളും
നന്ദി, നമസ്കാരം.